ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല ടൈപ്പോഗ്രഫി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, ഇനി നമ്മൾ നേരെ വർക്കിലേക്ക് കിടക്കുകയാണ്. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ക്യാൻവ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഒരു ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യണം. ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് ആദ്യം നമ്മളുടെ ബ്ലാങ്ക് പേജിലേക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബാറിൽ കയറിയിട്ട് ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഏത് കളറാണ് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും, ആ തംബ്നെയിലുള്ള കളർ റെഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് എന്ന് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ടൈപ്പോഗ്രഫി റെഡ് എന്ന കളർ ഉപയോഗിച്ചാണ്. അപ്പോൾ ടൈപ്പോഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കളർ ജസ്റ്റ് മാറ്റാണ്, റെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫോണ്ടിൻ്റെ കളർ കൂടി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിന് മുന്നേ നമ്മുടെ ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്യണം, ഏത് ഫോണ്ടാണ് എന്ന്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫോണ്ട് റോട്ടറീനോ എന്ന് പറയുന്ന ഫോണ്ടാണ്. ക്യാൻവയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. റോട്ടറീനോ എന്ന് പറയുന്ന ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ശേഷം ഓക്കെ, നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തു. നല്ല അടിപൊളി ഫോണ്ടാണ്. റോട്ടറീനോ എന്ന് പറഞ്ഞ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. പരമാവധി സെൻട്രൽ തന്നെ ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് എഫക്റ്റിലേക്ക് വന്നതിന് ശേഷം അവിടെ അതിൽ മുന്നേ ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ഫോണ്ടിൻ്റെ കളർ കൂടി മാറ്റേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഫോണ്ടിൻ്റെ കളർ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എഫക്റ്റിൽ കയറിയതിന് ശേഷം എഫക്റ്റിലേക്ക് കയറുന്നു. അതിൽ ഷാഡോ ഓഫ്സെറ്റ് നമ്മൾ ഒരു 45 കൊടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഡയറക്ഷൻ -45 കൊടുത്തു. പിന്നെ ട്രാൻസ്പെറൻസി 100 കൊടുക്കുക. ബ്ലറും ഏകദേശം ഒരു 50 കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ കളറ് ഒന്ന് മാറ്റുക. നമ്മുടെ ഫോണ്ടിന് കൊടുത്ത ഫോണ്ടിൻ്റെ കളറല്ല അത് മാറുക, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷാഡോൻ്റെ കളറാണ് അത് മാറുക. ഓക്കെ, അപ്പോൾ ഷാഡോ ബ്ലാക്കാണ് നമ്മൾ കൊടുത്തത്, അതുകൊണ്ട് ബ്ലാക്ക് കളർ വന്നു. അതിൽ നമ്മളൊന്ന് ബ്ലറിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി. 50 തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഔട്ട്പുട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഒരു 3 ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. മൂന്നാമത്തെ ലെയറിൽ നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓഫ്സെറ്റ് ഒരു 12ലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ശേഷം ഡയറക്ഷനും അതേപോലെ തന്നെ +100 അല്ലെങ്കിൽ ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ 50 കൊടുക്കുക. 100 കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ബ്ലറിങ് ഒരു 7, 8 ആ ഒരു റേഞ്ചിൽ കൊടുത്താൽ മതി. ശേഷം ട്രാൻസ്പെറൻസി 100 എന്ന് നിന്നോട്ടെ. പിന്നെ കളർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വൈറ്റ് കൊടുക്കുക. മറ്റുള്ള കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 3D ഫീൽ കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് കൊടുത്തത്. ഇവിടെ നമ്മുടെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്ത ടൈപ്പോഗ്രഫി റെഡി ആയിട്ടുണ്ട്. വെറും ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. സിമ്പിളായ രീതിയിൽ നമുക്കിനിയും ഇതിലും നല്ല രീതിയിലുള്ള ടൈപ്പോഗ്രഫികൾ ചെയ്തെടുക്കാൻ കഴിയും ക്യാൻവയിൽ. അപ്പോൾ പ്രീമിയം വേർഷനുള്ള ആളുകളാണെങ്കിലാണ് നമ്മളുടെ പറഞ്ഞ ഫോണ്ട് റോട്ടറീനോ എന്ന് പറയുന്ന ഫോണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രീമിയം വേർഷൻ എടുക്കേണ്ട ആളുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ കയറിയിട്ട് ക്യാൻവ പ്രോ എന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല ഡിസൈനുകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക. ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഏതൊക്കെ വീഡിയോസ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.